വിവാഹത്തിന് ശേഷമാണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ലോകത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം മാർക്വിസ് ഹൂ ഈസ് ഹൂ. അതിൽ ലോകത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ സ്നേഹയുടെ പേരും ഉണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ ജോലി ഒരു PR ഏജൻസിയിലായിരുന്നു. റിസൈൻ ചെയ്ത് കഴിഞ്ഞ് കയ്യിൽ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. സോ റെന്റൊക്കെ കൊടുക്കണമല്ലോ. വീട്ടിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ബറാൻ ഡിസ്ട്രിക്ട് രാജസ്ഥാനിൽ പോയപ്പോഴായിരുന്നു. അവർക്ക് സ്വോളൻ സ്റ്റമക്കും വലിയ തലകളും ഒക്കെ ആയിട്ട് 4-5 കുട്ടികൾ. അവർക്ക് ഓടിക്കളിക്കാനൊന്നും പറ്റില്ല. എല്ലാ വീടുകളിലെയും വരാന്തകളിൽ ഇരിക്കുക. അവിടെ മനുഷ്യർ പട്ടിണി കിടന്ന് തന്നെ മരിക്കുക. അപ്പൊ അന്ന് സർക്കാരിന്റെ ശ്രദ്ധയൊന്നും പെട്ടിരുന്നില്ലേ? പട്ടിണി കിടന്ന് മരിക്കുന്നവർക്ക് എന്തോന്ന് ട്രാൻസ്ഫോർമേഷൻ നടക്കാനാണ്. എൻ്റെ റോളിൽ 18 കൺട്രീസിന് വേണ്ടി സ്ട്രാറ്റജി പ്ലാൻ ചെയ്യായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഉണ്ടായി. വരട്ടെ അതാണ് അറിയേണ്ടത്. ഞാൻ ഹാബിറ്റാറ്റിനെ റെപ്രസെന്റ് ചെയ്ത് യുണൈറ്റഡ് നേഷൻസിൽ പോയി. ട്രാവൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എൻ്റെ ഒരു പാഷനാണ്. ഇത് മൂന്നും ഒരുമിച്ച് ഒരു ടേബിൾ കൊണ്ട് തരുക എന്ന് പറയുമ്പോൾ ഇറ്റ് മേക്സ് ഇറ്റ് കംപ്ലീറ്റ്. ഇപ്പോൾ വിയറ്റ്നാമിൽ ചെല്ലുമ്പോൾ ഉച്ച കഴിഞ്ഞ് അവിടുത്തെ സ്റ്റാഫ് കിടന്ന് ഉറങ്ങും. അപ്പോൾ ഉറങ്ങുന്ന ആ സമയത്ത് പ്ലാനിങ്ങിന് വിളിച്ച് ആരും വരില്ല. നമസ്തേ, മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. 2003 കാലഘട്ടത്തിൽ ഞാൻ സൂര്യ TV-യിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇൻറ്റേൺഷിപ്പിനായിട്ട് സൂര്യയിൽ വന്നു. അന്ന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ജേർണലിസം MA ചെയ്യുകയായിരുന്നു. ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പരിശീലനത്തിനാണ് സൂര്യ TV-യിൽ വന്നത്. അതിനുശേഷം MA ജേർണലിസത്തിൽ 1ാം റാങ്കോടുകൂടി പാസ്സായി. പിന്നീട് വിദേശത്ത് പോയി കൂടുതൽ പഠിച്ചു. ഇന്ന് അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കോർപ്പറേറ്റ് പ്ലാനറായി ജോലി നോക്കുകയാണ്. സ്ട്രാറ്റജിസ്റ്റ് ആണ്, എഴുത്തുകാരിയാണ്, അതുപോലെ ഈ നല്ല ഫുഡിയാണ്. അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും കൈവച്ച എല്ലാ മേഖലകളിലും പ്രശോഭിച്ച് നിൽക്കുന്ന സ്നേഹ സാബുവാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. സ്നേഹയെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് 1ാം റാങ്കോടുകൂടി ജേർണലിസം ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം പിന്നെ എങ്ങോട്ടാണ് പോയത്? മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ തന്നെ ജോലി ചെയ്തു കുറച്ച് നാള്. ആദ്യത്തെ ജോലി ഒരു PR ഏജൻസിയിലായിരുന്നു. തുടങ്ങി കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞപ്പം ഹെഡ് ക്ലയൻറ്റ് സർവീസിങ് ആൻഡ് മീഡിയ റിലേഷൻസ് ആയിരുന്നു. പബ്ലിക് റിലേഷൻസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ക്രൈസിസ് മാനേജ്മെൻറ്റും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു പ്രോഗ്രാം. 6 months കഴിഞ്ഞപ്പം ആ ജോലിയുടെ ഭാഗമായി എന്നെ ഒരാൾ ഹാൻഡ് പിക്ക് ചെയ്ത് വേറൊരു ഓർഗനൈസേഷൻ്റെ ഹെഡാക്കി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട്. അപ്പോൾ 23-year-old ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഒരു മീഡിയ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഹെഡായിട്ടായിരുന്നു. 1.5 years കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ദിസ് ഇസ് നോട്ട് ഇനഫ്. എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും വെഞ്ചർ ചെയ്യണം. ഒരു കമ്പനിയുടെ ഹെഡായിട്ട് 23-year-old കൺഫൈൻ ചെയ്യുന്നത് പോരാ. എനിക്ക് കൂടുതൽ മനസ്സിലാക്കണം, നോളജ് അക്വയർ ചെയ്യണമെന്ന് ഓർത്ത് ഞാൻ 1 fine day റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്ത് കഴിഞ്ഞ് കയ്യിൽ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. സോ റെന്റൊക്കെ കൊടുക്കണമല്ലോ. അപ്പം എനിക്ക് വീട്ടുകാരെ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. വീട്ടിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ആരും ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഒരു ചെറിയൊരു പ്രോജക്റ്റ് ചെയ്യാന്ന്. അപ്പം ഒരു ചെറിയ പ്രോജക്റ്റ് 5,000 rupees ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്തു, റെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. ആ സമയത്ത് വേറെ ജോലികൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്നത്, കോർപ്പറേറ്റ് പ്ലാനറിന്റെ ഒരു വേക്കൻസി. കോർപ്പറേറ്റ് പ്ലാനിങ് എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ ജേർണലിസം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണല്ലോ. അപ്പോൾ കോർപ്പറേറ്റ് പ്ലാനിങ് റോൾ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വേൾഡ് വിഷൻ എന്ന് പറഞ്ഞ ഒരു NGO-യിലായിരുന്നു ആ റോള്. കോർപ്പറേറ്റ് പ്ലാനിങ് റോളിനുള്ള ഇന്റർവ്യൂവിന് പോയി. അപ്പം അവരെന്നെ സെലക്ട് ചെയ്തു. കാരണം ചെന്നൈ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാം പുതുമയുള്ളൊരു ഇതാണ്. ഒരു നാഷണൽ ഓർഗനൈസേഷനാണ്. വേൾഡ് വിഷൻ ചൈൽഡ് ഫോക്കസ്ഡ് ആണ്. അപ്പം അവർ അക്രോസ് ദ കൺട്രി വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പം ഞാൻ
ഇന്റർനാഷണൽ ബാക്ക്ഗ്രൗണ്ട് അവർക്കുണ്ട്. അപ്പം 32,000 പീപ്പിൾ ഈ കൂടുതൽ അന്ന് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ അക്രോസ് ദ വേൾഡ്. അപ്പം ഒരു ഫൈൻ ഡേ വേൾഡ് വിഷനിൽ കോർപ്പറേറ്റ് പ്ലാനറായിട്ട് ജോയിൻ ചെയ്തു. എനിക്കൊരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മുടെ മാസ്റ്റേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി, ജേർണലിസത്തിന്റെ ഭാഗമായി അത്യാവശ്യം റിസർച്ച് ഉള്ളത് കൊണ്ട് എന്ത് കാര്യവും പുതിയതാണെങ്കിൽ പോലും നമുക്ക് റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു അവസരം. അപ്പൊ അങ്ങനെ കോർപ്പറേറ്റ് പ്ലാനിങ്ങിൽ കയറി കഴിഞ്ഞ് അവരെ ട്രെയിൻ ചെയ്തു, എന്താണ് സ്ട്രാറ്റജി പ്ലാനിങ് എന്ന് മനസ്സിലാക്കി. അപ്പൊ ആ ഓർഗനൈസേഷനിൽ കൂടിയാണ് സ്ട്രാറ്റജി പ്ലാനിങ് എന്താണെന്ന് മനസ്സിലായത്. വേൾഡ് വിഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ എക്സ്പോഷർ ആയിരുന്നു. ചെന്നൈ നാഷണൽ ഓഫീസ് ആയിരുന്നു. ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സ്റ്റേറ്റ്സിലൊക്കെ എന്നെ വിടുകയും ഫീൽഡ് എക്സ്പോഷറിന്റെ ഭാഗമാകാൻ പറ്റുകയും ചെയ്തു. എനിക്ക് ഈ തിയറി എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പുതിയൊരു ഫീൽഡ്, അത് ടെസ്റ്റ് ചെയ്യണം, അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് പ്ലാനിങ് ചെയ്യേണ്ടതെന്നുള്ളൊരു നോളജ് കിട്ടിയതുകൊണ്ട്. ബട്ട് ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ബറാൻ ഡിസ്ട്രിക്ട് രാജസ്ഥാനിൽ പോയപ്പോഴായിരുന്നു. അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഓരോ വീടുകളിലും വാഷ് വർക്കറും മറാസ്മസും പിടിപെട്ട കുട്ടികൾ, അതായത് ഓരോ വീട്ടിലും 5 കുട്ടികളോളം ഉണ്ട്. അവർക്ക് സ്വൊള്ളൻ സ്റ്റമക്കും വലിയ തലകളും ഒക്കെ ആയിട്ട് 4-5 കുട്ടികൾ. അവർക്ക് ഓടിക്കളിക്കാനൊന്നും പറ്റില്ല, എല്ലാ വീടുകളിലെയും വരാന്തകളിൽ ഇരിക്കുകയാണ്. അവർ ആ സമയത്ത് സെൻസസ് ഓഫ് ഇന്ത്യയുടെ ഭാഗം പോലും ആയിരുന്നില്ല, കാരണം നമ്മൾ കാട്ടിക്കൂടിയൊക്കെ പോണായിരുന്നു. ആ സമയത്ത് അവരെ കാണാനും ആ കമ്മ്യൂണിറ്റിയെ മീറ്റ് ചെയ്യാനും ഒക്കെ. അവിടെ ഹങ്കർ ഡെത്ത് നടക്കുന്ന സമയമാണ്. അവിടെ മനുഷ്യർ പട്ടിണി കിടന്ന് തന്നെ മരിക്കുക, കാരണം അവർ സെൻസസിന്റെ ഭാഗമല്ല, അവർക്ക് ആക്സസ് ഇല്ല. ഈ ഒരു 6 ക്രോസ് ചെയ്യണം. അപ്പൊ വരൾച്ച ഉള്ളപ്പോഴത്തേക്കിന് റോക്കി ബെഡാണ്. അപ്പൊ നമ്മുടെ ജീപ്പൊക്കെ നമുക്കൊരു അഡ്വഞ്ചർ ആണ് അങ്ങോട്ട് പോകുന്നത് തന്നെ. അവിടെ ചെന്ന് കഴിഞ്ഞത്തെ കാഴ്ചയാണ് ദയനീയമായിരുന്നു അല്ലേ എന്നെ മാറ്റിമറിച്ചത്. ഈ തിയറിയും ഈ പ്രാക്ടിക്കൽ എക്സൈറ്റ്മെന്റും ഒന്നുമല്ല സ്ട്രാറ്റജി പ്ലാനിങ് എന്ന് തിരിച്ചറിയാൻ സഹായിച്ചത് ബറാൻ ഡിസ്ട്രിക്റ്റിലേക്കുള്ള യാത്രയായിരുന്നു. അപ്പൊ അന്ന് സർക്കാരിന്റെ ശ്രദ്ധയൊന്നും പെട്ടിരുന്നില്ലേ? അന്ന് പെട്ടിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് സെൻസസിന്റെ ഭാഗം പോലും ഈ ഡിസ്ട്രിക്റ്റിലെ ഈ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആയത്. പിന്നെ ഹങ്കർ ഡെത്ത്സിനെ കുറിച്ച് NDTV പോലെയുള്ള പല ചാനൽസിലും പിന്നെ ഇവരുടെ സ്റ്റോറീസ് ഞാൻ കാണാനിടയുണ്ടായി. അപ്പം നമുക്ക് ഈ NGOയുടെ ഭാഗമായിട്ട് സാധാരണ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കിന് വലിയ ഫിലോസഫിക്കലായിട്ട് പറയുകയാണ് ചൈൽഡ് ഫോക്കസ് കമ്മ്യൂണിറ്റി ട്രാൻസ്ഫർമേഷനാണ്. പട്ടിണി കിടന്ന് മരിക്കുന്നവർക്ക് എന്തോന്ന് ട്രാൻസ്ഫർമേഷൻ നടക്കാനാ? ഈ ഫിലോസഫിയും ഡെവലപ്മെന്റ് ഐഡിയോളജിയും ഒന്നും അവിടെ വർക്കാവില്ല. അവിടെ വർക്കായത് ഫീഡിങ് ദ പീപ്പിൾ ആയിരുന്നു. കാരണം മനുഷ്യന് ജീവൻ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ഈ ഡെവലപ്മെന്റിന്റെ ഭാഗമാവും. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചെങ്കിലും ഈ മെക്കൻസിയും PwC പോലെയുള്ള വലിയ ഓർഗനൈസേഷനിൽ നിന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എൻ്റെ മെന്റേഴ്സ് വേൾഡ് വിഷനിൽ. അവർ പലതും എന്നെ പഠിപ്പിച്ചു, ലൈക്ക് ട്രെയിൻ ചെയ്ത് ഇതിൻ്റെ കോൺസെപ്റ്റും ടെക്നിക്കാലിറ്റീസും, കാരണം ഒരു അമച്വർ എന്നുള്ള രീതിയിൽ. പക്ഷേ ഫീൽഡ് റിയാലിറ്റി മനസ്സിലാക്കിയപ്പോഴാണ് ഇത് രണ്ടും കൂടെ മാരി ചെയ്യാൻ പറ്റുന്നത്. ഈ കോൺസെപ്ച്വൽ റിയാലിറ്റിയും ഈ ഫീൽഡ് റിയാലിറ്റിയും കൂടെ തമ്മിൽ കണക്ട് ചെയ്തപ്പോഴാണ് ഞാനൊരു പുതിയ സ്ട്രാറ്റജിസ്റ്റായി മാറിയത്. അതായത് നമ്മളിലുള്ള ഒറിജിനാലിറ്റി നമ്മൾ കണ്ടെത്തുന്നത് ഈ ഗ്ലാസ് ഹൗസസിലോ റൂംസിലോ ഒന്നുമല്ല. when the rubber meets the road, that's when we find the truth in terms of how to plan. സോ ഞാൻ ഇവോൾവ് ചെയ്തത് ഈ ഒരു ബറാൻ ഡിസ്ട്രിക്റ്റിലെ ട്രിപ്പിൽ കൂടിയാണ്. എന്നിട്ട് എന്ത് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചു? അത് കഴിഞ്ഞ് പിന്നെയുള്ള ഡെവലപ്മെന്റ് അപ്രോച്ച് വളരെ വ്യത്യസ്തമായിരുന്നു. ഞാൻ ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെയും ഒരു ഫുൾ ഒരു ടേബിൾ പോലെ ക്രിയേറ്റ് ചെയ്തായിരുന്നു ഈ പ്ലാനിങ്ങിന്റെ പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ അവിടെ നോക്കിയത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഈ പല പല സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ പോവർട്ടി റിലേറ്റഡ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോ ഡിസ്ട്രിക്റ്റിനെയും കമ്പയർ ചെയ്ത് എവിടെ വേണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിച്ചത് അതാണ്. റിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡ്രിവൺ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ഏരിയ ബേസ് ചെയ്ത് ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് കൺട്രി ഫുൾ നടത്തി എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെയും ഞാൻ തന്നെ എഴുതിയൊരു പ്രോജക്റ്റാണ്. അതിൻ്റെ ഒരു ഫുൾ ഒരു ബുക്ക്ലെറ്റ് തന്നെ പ്രിപ്പയർ ചെയ്തു. ആ കമ്പാരിറ്റീവ് ബേസിസിലായിരുന്നു പിന്നെ വേൾഡ് വിഷൻ്റെ ഇൻ്റർവെൻഷൻ. അതായത് ഓരോ ഇടങ്ങളിൽ പോയി നമ്മൾ ഇൻ്റർവീൻ ചെയ്യുന്നത് ഈ ഫാക്ട്സ് ബേസ് ചെയ്താണ്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്താണ്. അപ്പം ആ ഒരു ഷിഫ്റ്റ് നമുക്ക് പ്ലാനിങ്ങിൽ കൊണ്ടുവരാൻ പറ്റിയത് ഈ റിയാലിറ്റി ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ പലയിടങ്ങളിൽ ഈ അവസ്ഥ തന്നെയായിരുന്നു. ബറാൻ ഡിസ്ട്രിക്റ്റിൽ പോവർട്ടി ആണെങ്കിൽ രാജസ്ഥാനിൽ ജോധ്പൂരിൽ നമ്മൾ കാണുന്നത് ചൈൽഡ് ലേബർ ആണ്. എല്ലാ വീടുകളിലും കുട്ടികൾ ഇരുന്ന് തുന്നുന്നതും സ്കൂളിൽ പോകാതെ അവിടെ ഇരിക്കുന്ന ചൈൽഡ് ലേബർ ഇഷ്യൂ ആണ് അവിടെ കാണുന്നത്. ബലിയ, മൊറദാബാദ് ആ ഭാഗങ്ങളിൽ
നമുക്ക് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിൻ്റെ ഇൻക്രീസ്. അപ്പോൾ അവിടെ ഇവാലുവേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി പോയിട്ടുണ്ട്, എന്താണ് അവിടുത്തെ റിയാലിറ്റി. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഇൻ്റർവ്യൂൻ ചെയ്യുന്നതിന് മുമ്പേ അവിടുത്തെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് ഇത് കമ്പയർ ചെയ്തിട്ട് അതിലുള്ള റിഡക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രോജക്റ്റിൽ കൂടെ തന്നെ. അപ്പോൾ USAID ഫണ്ടഡ് ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഇവാലുവേഷൻ. അപ്പം ഓരോ സ്റ്റേറ്റിലും ഓരോ ഡിസ്ട്രിക്റ്റിലെയും യാഥാർത്ഥ്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്കറിയാവുള്ളൂ എന്ത് കസ്റ്റമൈസേഷൻ ആണ് വേണ്ടതെന്ന്. വേൾഡ് വിഷനിൽ കുറച്ച് വർഷം ജോലിയൊക്കെ ചെയ്ത് ഇന്ത്യയിൽ നിന്ന് ഞാൻ പിന്നെ വിവാഹത്തിന് ശേഷമാണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഈ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ ശേഷം ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് തിരിച്ചറിഞ്ഞു, അങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അല്ല, ഹസ്ബൻഡ് വർക്ക് ചെയ്യായിരുന്നു അല്ലേ? അല്ല, ഹസ്ബൻഡ് ഓസ്ട്രേലിയയിലായിരുന്നു, സിഡ്നിയിലായിരുന്നു ആ സമയം. അപ്പോൾ വിവാഹത്തിന് ശേഷം ഞാനും കൂടെ റീലൊക്കേറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കോർപ്പറേറ്റ് പ്ലാനിങ് ഏരിയയിൽ എനിക്ക് ഇൻട്രസ്റ്റ് അപ്ലും ഉണ്ട്. അപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിൽ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മളുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒന്നും അവിടെ ബാധകമല്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ നത്തിങ് മാറ്റേഴ്സ്, ലോക്കൽ എക്സ്പീരിയൻസ് ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൽ ആദ്യമായിട്ട് ഞാൻ എങ്ങനെ എനിക്ക് ലോക്കൽ എക്സ്പീരിയൻസ് കിട്ടുക? ജോലി കിട്ടിയാലല്ലേ ഉള്ളൂ നമുക്ക് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഭവം കാണിക്കാനുള്ളൂ. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസേ ഇല്ല. ഞാൻ തുടങ്ങിയത് ഒരു വോളണ്ടിയർ ആയിട്ടാണ്. വീടിൻ്റെ അടുത്തുനിന്ന് നടന്ന് ഒരു ലോക്കൽ കൗൺസിലെത്തി, അവിടെ എൻ്റെ CV കൊടുത്തു. പറ്റുന്നിടത്തെല്ലാം എൻ്റെ CV പാസ് ഓൺ ചെയ്തു. എനിക്ക് ആദ്യമേ തന്നെ ഗവൺമെൻറ് വേണമെന്നുണ്ടായിരുന്നുകൊണ്ട് അവിടുത്തെ കൗൺസിൽ, നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിനെയാണ് അവിടെ കൗൺസിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ലോക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി CV പാസ് ഓൺ ചെയ്തു. ഒരു വോളണ്ടിയറിൻ്റെ വേക്കൻസി ഉണ്ടായിരുന്നു. അങ്ങനെ വോളണ്ടിയർ ഇൻ കോർപ്പറേറ്റ് പ്ലാനിങ് വെച്ചാണ് ഞാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ, ഒരു 6 എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ? ഇന്ത്യൻ എക്സ്പീരിയൻസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓസ്ട്രേലിയ ഭയങ്കര പ്രോസസ് സെൻട്രിക് ആണ്. എല്ലാത്തിനും അനാലിസിസും സ്റ്റഡീസും അങ്ങനെയെല്ലാം വളരെ പ്രോസസ് ഡ്രിവൺ ആയിട്ട് എന്നിട്ടാണ് പ്ലാൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. പ്രാഗ്മാറ്റിക് അപ്രോച്ച് അല്ലേ? ഭയങ്കര പ്രാഗ്മാറ്റിക് അപ്രോച്ച് ആണ്. ഫ്രെയിം വർക്കുകളുണ്ട്, സിസ്റ്റംസ് ഉണ്ട്, പ്രോസസ്സസ് ഉണ്ട്. ഇതെല്ലാം ഫോളോ ചെയ്തേ ഉള്ളൂ നമ്മുടെ ആ എൻഡ് പ്ലാനിങ്ങിൽ എത്താൻ പറ്റത്തുള്ളൂ. ഭയങ്കര റിഗ്രസ്, ഒരു ഈസി ആയിട്ട് 1 വർഷോളം പ്ലാൻ ചെയ്തിട്ടാണ് അടുത്ത സെറ്റ് ഓഫ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്ന പോലും. പിന്നെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവർ പറയാതെ നമ്മൾ എങ്ങനെ അറിയുന്നത്? അതുകൊണ്ട് ഓഫീസുകളിൽ ഇരുന്നുള്ള പ്ലാനിങ് ഇല്ല. നമുക്ക് കമ്മ്യൂണിറ്റി സെഷൻസ് ഉണ്ട്, ഫീൽഡ് വർക്ക് ഉണ്ട്, പല പല സെഗ്മെന്റ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്ററാക്ഷൻ ഉണ്ട്. എല്ലാവരുടെയും വോയിസസ് കൺസിഡർ ചെയ്താണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ആ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ക്ലോസ് ഇന്ററാക്ഷൻ നമ്മൾ ഇച്ചിരി കൂടെ ലോക്കലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ ഇപ്പം എന്നെപ്പോലെ ഒരാൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പം നമ്മളൊരു ഫോറിനറാണ്, നമുക്ക് ആ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് വലിയ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഒന്നും വലിയ ധാരണയൊന്നുമില്ല. തിയറിക്കപ്പുറം കമ്മ്യൂണിറ്റിക്ക് എന്താണ് വേണ്ടത്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അത് കേട്ട് മനസ്സിലാക്കിയാണ് പ്ലാനിങ് തന്നെ നടക്കുന്നത്. അതൊരു വലിയ ഷിഫ്റ്റ് ആയിരുന്നു എന്നിൽ. അപ്പോൾ ആ ഒരു തുടക്കത്തിൽ കൂടിയാണ് ലോക്കൽ ഗവൺമെൻറ് എക്സ്പീരിയൻസ് തുടങ്ങുന്നത് ഓസ്ട്രേലിയയിൽ. പിന്നെ ഒരു ജോലിയായി, ഫുൾ ടൈം ജോലിയായി. പിന്നെ പാൻഡമിക്കിൻ്റെ സമയത്ത് പാൻഡമിക് പ്രയോറിറ്റൈസേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി അവിടെ ഡെവലപ്പ് ചെയ്തു. അത് എൻ്റെ പാഷനും കൂടി ഞാൻ ഡെവലപ്പ് ചെയ്തത്. നമുക്ക് ഫണ്ടിങ് ഒക്കെ ഉള്ളപ്പം ഈ ഒരു പാൻഡമിക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫണ്ടിങ് അലോക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രയോറിറ്റൈസേഷൻ നടത്തുന്നത്, അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു യൂണിറ്റ് അത് സെലക്ട് ചെയ്ത് 60 കൗൺസിൽസ് അക്രോസ് ന്യൂ സൗത്ത് വെയിൽസ് ഇത് റോൾ ഔട്ട് ചെയ്തു. അപ്പം ആ ഒരു സെഷൻ എടുക്കാനും പിന്നെ ഞാൻ പല പല കൗൺസിലുകളിൽ വർക്ക് ചെയ്തു. കോർപ്പറേറ്റ് പ്ലാനിങ് കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതായിരുന്നു ജേർണി ഇൻ ഓസ്ട്രേലിയ ഇൻ ടേംസ് ഓഫ് കോർപ്പറേറ്റ് പ്ലാനിങ്. ബട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഉണ്ടായി. അതാണ് അറിയേണ്ടത്. നമ്മൾ ഈ ഇന്ത്യയിൽ നിന്ന് ആറൂസൊക്കെ വർക്ക് ചെയ്തിട്ട് ഓസ്ട്രേലിയ പോകുമ്പോൾ ഭയങ്കര ലേറ്റ് ബാക്കാണ്. ആകെ 5 ദിവസമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ ലോങ് ആഴ്സൊക്കെ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഈ ഷോർട്ട് ആഴ്സിലൊന്നും വർക്ക് ചെയ്ത് വലിയ ശീലമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് പാക്കേജ് ആയിരുന്നു ഈ കുറച്ച് നേരം പണിയുന്നു. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് കൂടുതൽ ജോലി വേണം. അപ്പോഴാണ് തായ്ലൻഡിൽ ഞാനൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നത്. അസോസിയേറ്റ് ഡയറക്ടർ ഫോർ സ്ട്രാറ്റജി മാനേജ്മെൻറ്റ് ഏഷ്യ പസഫിക് റീജിയൻ. ഞാനൊക്കെ NGO എക്സ്പീരിയൻസ് ഉണ്ട്, ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഉണ്ട്, അതായത് ഗ്ലോബൽ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാൽ പിന്നെ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ് റോൾ ആ ഒരു ഏഷ്യ പസഫിക് റീജിയൻ ലെവലിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ ആ റോളിൽ അപ്ലൈ ചെയ്യും ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റിയിൽ. ആൻഡ് ആ റോള് കിട്ടി. അങ്ങനെ ഞാൻ 2 years തായ്ലൻഡിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. അപ്പം ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി ഹെഡ് ക്വാർട്ടേർഡ് ഇൻ US ആണ്. അപ്പോൾ US ടൈം സോണിൽ വർക്ക് ചെയ്യണം, തായ്ലൻഡ് ടൈം സോണിൽ വർക്ക് ചെയ്യണം, ഏഷ്യ പസഫിക് റീജിയനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആ കൺട്രീസിന് വേണ്ടി വർക്ക് ചെയ്യണം. എൻ്റെ റോളിൽ 18 കൺട്രീസിന് വേണ്ടി സ്ട്രാറ്റജി പ്ലാൻ ചെയ്യായിരുന്നു.
അപ്പം ഓരോ കൺട്രി പോയി ആ കൺട്രിക്ക് വേണ്ടി സ്ട്രാറ്റജി പ്ലാൻ ചെയ്യും. അപ്പോൾ ഒരു ലോക്കൽ ലെവലിൽ നിന്ന് കൺട്രി ലെവൽ, അതും ഏഷ്യ പസഫിക് റീജിയണൽ ലെവലിലേക്കുള്ള എക്സ്പോഷർ തുടങ്ങിയത് ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി ഇന്റർനാഷണലാണ്. അതും വലിയ വാതിൽ തുറന്നു തന്നു അല്ലേ? അതെ, അത് ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിൽ ഒരു ഭയങ്കര ആദ്യമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് യുണൈറ്റഡ് നേഷൻസിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതല്ലേ? അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് കൊളാബറേറ്റീവ് പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. ഇത് കൂടാതെ നമ്മുടെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്നറിയപ്പെടുന്ന ലോങ് ടേം ഗോൾസ് അന്ന് കമ്മിങ് ടു എൻ എൻഡ് ആ ഒരു ഫേസ് ആയിരുന്നു. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ഗോൾസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കോൺവെർസേഷന് വേണ്ടി അഡ്വക്കസി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഞാൻ ഹാബിറ്റാറ്റിനെ റെപ്രസെന്റ് ചെയ്ത് യുണൈറ്റഡ് നേഷൻസിൽ പോയി. അപ്പം ബാങ്കോക്കിൽ കോൺവെർസേഷന്റെ ഭാഗമായിട്ട് ഹൗസിംഗ് റിലേറ്റഡ് ഇഷ്യൂസും ഹോംലെസ്നെസ് റിലേറ്റഡ് ഇഷ്യൂസും നമുക്ക് അഡ്വക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. ഹാബിറ്റാറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫീൽഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ബാങ്കോക്കിൽ വെള്ളപ്പൊക്കമുള്ള ഒരു ഏരിയ, ഫ്ലഡ്സ് ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഫീൽഡിൽ പോയി നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് ഫീൽഡിൽ വീട് പണിത് കൊടുക്കും. സോ ബ്രിക്ക് ആൻഡ് മോർട്ടൽ എന്താന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഓഫീസിൽ മാത്രമല്ല ഇരിക്കുന്നത്. അപ്പം ഈ പില്ലർ കെട്ടിക്കഴിഞ്ഞ് ഒരു ശരാശരി മനുഷ്യൻ എങ്ങനെയാണ് വീട് പണിയുന്നത്, നമ്മൾ സ്റ്റാഫ് എല്ലാം കൂടെ ചേർന്ന് വീട് പണിത്. സോ വി ഹവ് ഗോട്ട് എ ഹാൻഡ്സ് ഡേർട്ടി. നമ്മൾ ഒരിക്കലും ഓഫീസിൽ കൺഫൈൻഡ് ആയിട്ടിരുന്നില്ല. അതുകൊണ്ട് ഹൗസിങ് എന്താണ് ഇഷ്യൂ എന്നുള്ളൊരു അഗൈൻ ഗ്രാസ് റൂട്ട് റിയാലിറ്റി ആയിട്ട് ഇച്ചിരി കൂടെ ക്ലോസ് അസോസിയേഷൻ ഉണ്ട്. അപ്പം അത് ബേസ് ചെയ്ത് നമുക്ക് ഇച്ചിരി കൂടെ ഈസിയാണ്. ഈ കൺട്രികളിൽ പോയി അവരുടെ പ്രശ്നങ്ങൾ അറിയുമ്പോൾ ഒരു യുണൈറ്റഡ് നേഷൻസിന്റെ ഓഫീസിൽ ചെന്നിട്ട് ഓക്കെ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് അഡ്വക്കേറ്റ് ചെയ്യാൻ ഇച്ചിരി കൂടെ ഈസിയാണ്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി വാസ് അമേസിങ്. പിന്നെ എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ട്രാവലിംഗ് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ഒത്തിരി മാറ്റുമല്ലോ. നമ്പേരാട്ടൻ പറഞ്ഞ പോലെ ഞാനൊരു ഫുഡീവാ. അപ്പൊ നമ്മൾ കംബോഡിയ പോകുമ്പോഴത്തേക്കിന് അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ കൾച്ചർ ആൻഡ് ട്രാവലിംഗ് എക്സ്പീരിയൻസ്, ഈ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. പക്ഷേ രസം എന്താന്ന് വെച്ചാൽ നമുക്ക് വൺ സൈസ് ഫിറ്റ് ഓൾ അല്ല പ്ലാനിങ്ങിൽ. അവിടെ ഇപ്പൊ വിയറ്റ്നാമിൽ ചെല്ലുമ്പോൾ ഉച്ച കഴിഞ്ഞ് അവിടുത്തെ സ്റ്റാഫ് കിടന്നുറങ്ങും. അപ്പോൾ ഉറങ്ങുന്ന ആ സമയത്ത് പ്ലാനിങ്ങിന് വിളിച്ച് ആരും വരില്ല. ഫിലിപ്പീൻസിൽ ഇത്ര മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ ആരും വരാറില്ല. ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു പറയത്തേ ഉള്ളൂ. എന്നാൽ കംബോഡിയയിൽ പ്ലാനിങ് നടക്കണമെങ്കിൽ അവർക്ക് ഓഫീസിൽ നിന്ന് മാറി ഒരു പിക്നിക്ക് പോലെ ഒരു റിസോർട്ടിൽ താമസിച്ച് എന്റർടൈൻമെന്റോട് കൂടി ഉണ്ടെങ്കിലേ ഉള്ളൂ അവിടെ പ്ലാനിങ് നടക്കും. അപ്പം ഓരോ കൺട്രിയിലും ഈ പ്ലാനിങ് നടക്കുന്നത് അവരുടെ സ്റ്റാഫിന്റെ കൾച്ചറും രീതികളുമായിട്ട് കസ്റ്റമൈസ്ഡും കൂടി ആയിട്ടാണ് നടക്കുന്നത്. അപ്പം നമുക്കൊരു അഡാപ്റ്റേഷൻ തന്നെയാണ്. നമ്മൾ ചുമ്മാ ചെന്ന് ഓക്കെ ഈ പ്രോസസ്സൊക്കെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരും വരത്തുമില്ല, ഒരു സെഷൻ നടക്കത്തില്ല. അപ്പം നമ്മളെ തന്നെ ഒന്ന് മാറ്റിമറിക്കുന്ന അല്ലെ ഒന്ന് അഴിച്ചു പണിയുന്ന പ്രോസസ്സായിരുന്നു ഈ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി ഇന്റർനാഷണലിലെ എക്സ്പീരിയൻസ്. അപ്പം നേപ്പാളിൽ പോകുമ്പം അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ അവിടുത്തെ ഹിൽ സ്റ്റേഷൻ കൊണ്ട് കാണിക്കും. ആ വീക്കെൻഡിൽ അപ്പം നമുക്ക് സെഷൻ വെക്കാൻ പറ്റില്ല. നമ്മൾ അവരിൽ ഒരാളായി അവരുടെ പ്ലാൻ അനുസരിച്ചും കൂടെ നിൽക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ പ്ലാനിങ് സെഷൻ അടുത്ത ദിവസം നടക്കത്തുള്ളൂ. ഈ 18 കൺട്രീസിൻ്റെ സ്ട്രാറ്റജിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ 18 കൺട്രീസിൽ സ്നേഹയ്ക്ക് അനുഭവപ്പെട്ട, അതായത് ഈ കൺട്രി കൊള്ളാം എന്ന് തോന്നിയത് അല്ലെ ഫീൽ ചെയ്തത് ഏതൊക്കെയാണ്? എനിക്ക് എല്ലാ കൺട്രിയിൽ നിന്നും ഓരോന്നൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് എവറി കൺട്രി ഈസ് ഡിഫറെന്റ്. നമ്മൾ ഇന്ത്യ വരുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് സമയം വേസ്റ്റ് ചെയ്യണ്ട, പെട്ടെന്ന് സെഷൻ കഴിഞ്ഞ് വീട്ടിൽ പോയാൽ മതി. അവർ ഇന്ത്യയിലെ ആൾക്കാർ വെൽ പ്രിപ്പയർഡ് ആണ്. സെഷന് മുമ്പേ ഉള്ള പ്രിപ്പറേഷൻ നല്ല റിഗ്രസ് ആണ്. ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഹൈ ആണ്. അതുകൊണ്ട് സെഷന്റെ സമയത്തിന് മുമ്പേ ഉള്ള പ്രിപ്പറേഷൻ സ്ട്രോങ് ആയിട്ട് റെഡി ഓൺ ദ ഗോ, റെഡി ടു റൺ ആണ് ഈ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. എന്നാൽ കംബോഡിയ അങ്ങനെയല്ല. ഒരു റൗണ്ട് നമ്മൾ ആ സെഷനുള്ള പ്രിപ്പറേഷൻ അവർ 2-3 ദിവസം എടുത്ത് ആ വർക്കിംഗ് സെഷനായിട്ട് ഇത് ചെയ്യുന്നത്. കാരണം ആ റിതം ഡിഫറെൻ്റ്, ഓരോ കൺട്രിയുടെ റിതം. ഇത് സുപ്പീരിയോറിറ്റിയോ ഇൻഫീരിയോറിറ്റി ഇന്റലക്ച്വൽ കേപ്പബിലിറ്റിയുടെ അല്ല, ദ റിതം ഓഫ് പീപ്പിൾ. ആ പീപ്പിളിന്റെ റിതം ആൻഡ് കൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റിയുടെ റിതം നമ്മൾ സെൻസ് ചെയ്യാന്നേ ഉള്ളൂ. അതിനനുസരിച്ച് നമ്മൾ മാറുക. അങ്ങനെയാണെങ്കിൽ പ്ലാനിങ് സക്സസ്ഫുൾ ആകത്തുള്ളൂ. അപ്പം അവർക്ക് ഓരോ പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു. കാരണം സ്റ്റാഫിന് ഓഫീസിൽ നിന്നൊരു ബ്രേക്ക്, ഒരു ഗെറ്റ് അവേയാണ്. ആ ഗെറ്റ് അവേയിൽ ചില ദിവസങ്ങളിൽ നമ്മൾ ഒരു ഓഷ്യന്റെ തീരത്ത് ബെഞ്ചുകളൊക്കെ ഇട്ട് അവിടെ ഫുഡ് സെർവ് ചെയ്തായിരിക്കും ഡിസ്കഷൻ. പക്ഷെ അവർ റിലാക്സ്ഡ് ആണ്. ആ സമയത്താണ് അവർക്ക് ഇച്ചിരി വ്യത്യസ്തമായി ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് തന്നെ ഇത് റിഫ്രഷിംഗ് ആണ്. നമുക്ക് എപ്പോഴും ക്ലാസ് റൂമിൽ അല്ലെ ഓഫീസ് റൂമിൽ ഇരുന്നാണ് കൂടുതൽ ഇവിടെ എക്സ്പോഷർ, ചിന്തകളും ഡിസ്കഷനും.
പക്ഷെ നമ്മളൊരു ഓപ്പൺ സ്പേസിൽ ഇരുന്ന് തമാശകൾ പറഞ്ഞും ഡിന്നർ കഴിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ചിലപ്പം ഗ്രേറ്റ് ഐഡിയാസ് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഇഷ്യൂ ഇങ്ങനെ അപ്രോച്ച് ചെയ്താലോ എന്നുള്ളൊരു ഐഡിയ പോലും വരുന്നത്. സോ ഓരോ കൺട്രി കോണ്ടെക്സ്റ്റും വളരെ ഡിഫറെൻ്റ് ആണ്. ചില ഈവനിങ്ങിലൊക്കെ ചിലരൊക്കെ ക്രൂസിന് വരെ പോകും. ഈ ഒരു ടീമായിട്ട് ക്രൂസിന് പോകും. ബിക്കോസ് ദേ വോണ്ട് ദ ഫൺ. ആ ഫൺ ഉണ്ടെങ്കിലേ ഉള്ളൂ നെക്സ്റ്റ് ടൈം അടുത്ത ദിവസം അവർ റിലാക്സ്ഡ് ആണ് സെഷന് വന്നിരിക്കാൻ. ഒരു കോമ്പിനേഷൻ ഓഫ് ഫണ്ണാണ്. ചില ഈസ്റ്റ് ഏഷ്യയിൽ എസ്പെഷ്യലി ഈസ്റ്റ് ഏഷ്യയിൽ ഫണ്ണില്ലേ പറ്റില്ല. എന്നാൽ ഓസ്ട്രേലിയ പോലെയുള്ള ആ സമയത്ത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പോലെയുള്ളവർക്ക് അവർ ഇച്ചിരി കൂടെ പ്രോസസ് ഡ്രിവൺ ആയതുകൊണ്ട് അവർക്ക് ദേ ജസ്റ്റ് വോണ്ട് ഗെറ്റ് സ്ട്രേറ്റ് ഇൻ ടു ഇറ്റ്. ആ പ്രിപ്പറേറ്ററി വർക്ക് എന്താണ് അവർക്ക് അറിയണം. പിന്നെ അവർക്ക് തിരിച്ചു പോയി അവർ ഹോംവർക്ക് ചെയ്തിട്ട് തിരിച്ചു വരും. ഒരു വെരി വെസ്റ്റേൺ ഒരു കോൺസെപ്റ്റ്. അപ്പം വൺ സൈസ് ഫിറ്റ് ഓൾ ഇല്ല. എല്ലാം നമുക്കൊരു ലേണിംഗ് കർവും അഡാപ്റ്റേഷൻ ആൻഡ് കസ്റ്റമൈസേഷൻ. ബട്ട് എന്നെ മോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു പ്രോസസ്സാണ്. നമ്മൾ വളരെ റിജിഡായിട്ടാണ് ഇങ്ങനെ തുടക്കത്തിൽ ഓക്കെ ഇതാണ് ഫ്രെയിം വർക്ക്, ഇതാണ് പ്രോസസ്സ്. ബട്ട് ഇതൊന്നും വർക്ക്ഔട്ട് ആതിരിക്കുമ്പോൾ നമ്മൾ ആ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് നമ്മൾ മാറുകയാണ്. ആ ഫ്ലെക്സിബിലിറ്റി നമ്മളിലേക്ക് കയറുമ്പോൾ വി ക്യാൻ ഫിറ്റ് ഇൻ എനിവേ. പിന്നെ നമ്മൾ എല്ലാം ഒരു ലേണിംഗ് കർവ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അവരിൽ ഒരാളായി പ്ലാൻ ചെയ്താൽ ദ പ്ലാൻ ഇസ് മച്ച് മോർ സക്സസ്ഫുൾ. കൂടാതെ ഇഷ്യൂസും പ്രോബ്ലംസും ഐഡന്റിഫൈ ചെയ്യാം. വലിയ മസിൽ പിടുത്തൊന്നും വേണ്ട. അതെ, റിലാക്സ്ഡ് ആവുക, ചില്ല ആവുക. പക്ഷെ ചിലടത്ത് സീരിയസ് ആവേണ്ടടുത്ത് ആവുക. ആ ഒരു കസ്റ്റമൈസേഷൻ ആൻഡ് മോൾഡിങ് പ്രോസസ്സാണ് ഈ 18 കൺട്രീസ് എനിക്ക് സമ്മാനിച്ചത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ജേർണിയാണ്. പിന്നെ ദ പാഷൻ. നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു പാഷൻ ഉണ്ടെങ്കിൽ ഇപ്പം ട്രാവൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എൻ്റെ ഒരു പാഷനാണ്. എക്സ്പീരിയൻസിങ് ഡിഫറെൻറ്റ് ഫുഡ് എൻ്റെ വേറൊരു പാഷനാണ്. ഇത് പോരാഞ്ഞിട്ട് സ്ട്രാറ്റജി പ്ലാനിങ് ഒരു പാഷൻ. ഇത് മൂന്നും ഒരുമിച്ച് ഒരു ടേബിൾ കൊണ്ട് തരുക എന്ന് പറയുമ്പോൾ ഇറ്റ് മേക്സ് ഇറ്റ് കംപ്ലീറ്റ്. ഞാനെന്നുള്ള ഒരു ഇൻഡിവിജ്വലിന്. അപ്പം നമ്മളൊരു കാര്യം പാഷനേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ആ ഐസിൻ്റെ അകത്തുനിന്ന് നാച്ചുറലി ഒരു സ്പാർക്കിൾ വരും. വി ആർ എക്സൈറ്റഡ് ടു ഗോ. നമ്മൾ ഇതിന് എത്രമാത്രം വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് സമയപരിധികളില്ല. നമുക്ക് ഇതെന്താ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. ആ സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവുക. കാരണം നമുക്ക് എല്ലാ ചാലഞ്ചും ഏറ്റെടുക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നു. ആ ഒരു ഒരു ഹാപ്പി ബൂട്ട് ക്യാമ്പിംഗ് പ്രോസസ്. ആ ബൂട്ട് ക്യാമ്പിന്റെ റിഗ്രസ്നെസ് നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം എല്ലാ വേരിയബിൾസും നമ്മൾ പാഷനേറ്റ് ആയതുകൊണ്ട്. പ്രേക്ഷകരെ, ലോകത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം ഉണ്ട്, മാർക്വിസ് ഹൂ ഈസ് ഹൂ. അതിൽ ലോകത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ സ്നേഹയുടെ പേരും ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് മാർക്വിസ് ഹൂ ഈസ് ഹൂയിലേക്ക് കടന്ന് എത്തിയത്? ഞാൻ ബാങ്കോക്കിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് മാർക്വിസ് ഹൂ ഈസ് ഹൂയുടെ കോൾ ആദ്യമായിട്ട് വരുന്നത്. വേൾഡ് വിഷനിലെ എൻ്റെ എക്സ്പീരിയൻസും ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റിയുടെ എൻ്റെ എക്സ്പീരിയൻസും ആണ് അത് ഡ്രൈവ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഒരു ദിവസം വിളിച്ചു, സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ഓർത്തു ഇതെന്തോന്ന് ബോഗസ്, ഞാൻ ഓർത്തു വല്ല സ്പാമോ വല്ല ആയിരിക്കും, എന്നെ എന്തിനാ സെലക്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. ആ ഒരു നോമിനേറ്റ് ചെയ്യണം അത്രേ അതിലേക്ക് സെലക്റ്റഡ് ആകാൻ. പിന്നെ ഒരു ഇന്റർവ്യൂ പ്രോസസ്. സംബഡി നോമിനേറ്റഡ്. ആ സംബഡി ആരാന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അവർ റിസർച്ച് ചെയ്യും. പിന്നെ ഒരു ഇന്റർവ്യൂ പ്രോസസ് ഉണ്ട്. ആ ഇന്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞ 2-3 വാലിഡേഷൻ പ്രോസസ് ഉണ്ട്. ഇപ്പോ ഭയങ്കര കമേഴ്ഷ്യൽ ആയിട്ടാണ് അത് അപ്രോച്ച് ചെയ്യുന്നത്. ബട്ട് ഹിസ്റ്റോറിക്കലി ഞാൻ കയറിയ കാലത്ത് ഭയങ്കര റിഗ്രസ് പ്രോസസ് ആയിരുന്നു. ഇച്ചിരി കൂടെ ഇന്റർവ്യൂസും സ്ക്രീനിങ്ങും മൾട്ടിപ്പിൾ റൗണ്ട്സ് എനിക്ക് മാസങ്ങളോളം എടുത്തു ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ടാണ് ഹൂ ഇസ് ഹൂ ഇൻ ദ വേൾഡിലേക്ക് സെലക്റ്റഡ് ആയി. ഹൂ ഇസ് ഹൂ ഇൻ അമേരിക്കയുടെ ബുക്കിൽ ലിസ്റ്റഡ് ആയി. അപ്പൊ ആ 2 കോമ്പിനേഷൻ എന്നെ സംബന്ധിച്ച് എല്ലാ ഒരു സർപ്രൈസ് പാക്കേജ് ആണ്. എനിക്ക് കിട്ടിയത് എല്ലാം തന്നെ എനിക്കൊരു സർപ്രൈസ് പാക്കേജ് ആണ്. കാരണം നമ്മളൊന്നും പ്രതീക്ഷിക്കാതെയാണല്ലോ പലതും ചെയ്യുന്നത്. ആ ജേർണിയിൽ നമുക്ക് വീണ് കിട്ടിയിരിക്കുന്ന അവസരങ്ങളും ഭാഗ്യങ്ങളും എല്ലാം എൻകറേജ്മെന്റും മോട്ടിവേഷനും ആണ്. ബട്ട് എവറിത്തിങ് ഹാസ് ബീൻ എ ബ്ലെസ്സിങ്. ഓക്കെ, എങ്ങനെയാണ് പുസ്തക രചനയിലേക്ക് കിടക്കുന്നത്? നോക്കൂ, സ്നേഹയുടെ സ്റ്റേ സേഫ് വിത്ത് റൂബി ആൻഡ് റൂബൻ, പിന്നെ മൈ ലോസ്റ്റ് പേജസ് അല്ലേ, അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ കിട്ടി ഈ 2 പുസ്തകത്തിനും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് രചനയിലേക്ക് കിടന്നത്? എങ്ങനെയാണ്? ഓഫ് കോഴ്സ് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് അല്ലേ, അനുഭവങ്ങളാണ് നമ്മളെ എഴുത്തിൻ്റെ ലോകത്തേക്ക് നയിക്കുന്നത് അല്ലേ. അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എഴുതാം. അത് നിങ്ങൾക്ക് നന്നായിട്ട് നറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു വിൽ ബി സക്സസ്ഫുൾ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ എഴുത്തിൻ്റെ ലോകത്തേക്ക് വന്നത്?
ഞാൻ 1999 മുതൽ 2002 വരെയുള്ള സമയത്ത് ഒരു 25 ഷോർട്ട് സ്റ്റോറീസോളം കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അതെല്ലാം പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. NGOയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൈൽഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, പിന്നെ സബ് എഡിറ്റർ ആയിട്ട് ഒരു ചിൽഡ്രൻസ് മാഗസീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ മാഗസീൻ, ഈ രണ്ട് കോമ്പിനേഷൻ ആയിരുന്നു എക്സ്പീരിയൻസ്. പക്ഷെ കോവിഡ് കാലത്ത് ഒരു സംഭവം ഉണ്ടായി. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ വീട്ടില്. നമ്മൾ സ്റ്റക്കാണ്, എല്ലാ റെസ്ട്രിക്ഷൻസും റൂൾസും ആണ്. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഫ്രസ്ട്രേറ്റിംഗ്, ഭയങ്കര ഒരു നെഗറ്റീവ് വൈബാണല്ലോ പലർക്കും വീട്ടിൽ സ്റ്റക്കായിട്ട്. അപ്പൊ ആ സമയത്ത് ഒത്തിരി വർക്ക് റിലേറ്റഡ് ചാലഞ്ചസ് വന്നപ്പോൾ ഞാൻ വളരെ അപ്സെറ്റ് ആയിരുന്നു. ലൈക്ക് യുനോ, നമുക്ക് ഹാർഡ്ഷിപ്പ് വർക്കുകളിൽ വരുമ്പോഴത്തേക്കിനും ചിലപ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും. വി ആർ ഓൾ ഹ്യൂമൻസ്. മോട്ടിവേറ്റഡ് ആയി അപ്സെറ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഒരു നോവൽ എഴുതാം. ഈ അധികം കിട്ടിയിരിക്കുന്ന സമയം, കാരണം വീട്ടിന്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ല, എവിടെ പോയാലും സമയമുണ്ട്. അപ്പൊ ഒരു നോവൽ എഴുതാൻ തുടങ്ങി. നോവല് ഒരു ക്രൈം ഫിക്ഷൻ ആയിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പേടിയായിരുന്നു, എല്ലാ ദിവസവും ഇവിടെ ഓരോരുത്തരോ കൊല്ലുവാണല്ലോ. കാരണം എല്ലാ രാത്രിയിലും കൊന്നു ഇനി ഒരു ദിവസം ഹസ്ബൻഡ് ആയി പോകില്ലല്ലോ, ആ ഭയത്തിലാണല്ലോ കൂടെ കഴിയുന്നത്. എന്റെ കാര്യത്തിൽ എപ്പോഴാണാവോ. ഇതാണ് പെട്ട ഒരു അവസ്ഥയും. കാരണം ഓഫീസിലും പോകാൻ പറ്റത്തില്ല, ഓടിയും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പം ക്രൈം ഫിക്ഷൻ, എനിക്ക് ഈ ക്രൈം മിസ്റ്ററി ഒക്കെ വളരെ ഇഷ്ടമാണ് കാണാനും. അതുകൊണ്ട് എനിക്ക് ക്രൈമിനോട് ഒരു കിക്ക് ഉണ്ടായിരുന്നു എഴുതാൻ വേണ്ടി. അപ്പൊ എഴുതി ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞു. പിന്നെ മനസ്സിലായേ, ഈ ക്രൈം ഫിക്ഷൻ എന്ന് പറയുന്ന സംഭവം പെട്ടെന്നൊന്നും നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. കുറെ കൂടി എഡിറ്റ് ചെയ്യണം, കുറെ കൂടി റിഫൈൻ ചെയ്യണം. കാരണം നോവലാണല്ലോ, അപ്പൊ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ എനിക്ക് ഫ്രസ്ട്രേഷൻ കൂടി. എനിക്കൊരു ഫൈനൽ പ്രൊഡക്റ്റ് കാണണം. അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടി അപ്പം ഞാൻ ഓർത്ത്, എന്നാൽ പിന്നെ ഞാൻ ചിൽഡ്രന് വേണ്ടി എന്തെങ്കിലും ചെയ്താലും. അപ്പോഴാണ് ശരിക്കും ഇച്ചിരി കൂടി ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിച്ചേ. നമ്മൾ ഈ ഇത്രയും നാളത്തെ വർക്കും എക്സ്പീരിയൻസും ഒക്കെ ഇത് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ തങ്ങി എന്നൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ 650 million women and girl children living today have faced child sexual abuse. UNICEFിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാ. 650 million ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്ത്രീകളിലും പെൺകുട്ടികളുടെ ഇടയ്ക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ചൈൽഡ് സെക്ഷൽ അബ്യൂസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് 1 in 5 women. WHO സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 1 in 7 men, അതായത് ആൺകുട്ടികളും ഫേസ് ചെയ്യുന്ന. അപ്പം ഞാൻ വിചാരിച്ചു, ചൈൽഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ട് ചെയ്യാം. അപ്പം ഞാൻ ആ നോവലങ്ങ് മാറ്റി വെച്ചു. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, കുട്ടികൾക്കായിട്ട് എഴുതുന്നതായിരിക്കും ഇച്ചിരി കൂടെ മീനിങ് ഫുൾ. കാരണം ഹൗ ക്യാൻ ഐ മേക്ക് എ ഡിഫറൻസ് ഇൻ ദ ലൈഫ് ഓഫ് പീപ്പിൾ. അതെ, എഴുത്തുകാരന് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ അല്ലേ? അതെ, നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് എന്നെ വളരെയധികം സഹായിച്ചു. NGOയിൽ വർക്ക് ചെയ്തതും ഈ ചൈൽഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള മാഗസീനിൽ വർക്ക് ചെയ്തത്, ഈ കോമ്പിനേഷൻ വെച്ച് 48 hours കൊണ്ട് ഞാൻ 2 ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. റൂബി, റൂബൻ. എന്നിട്ട് ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെ സേഫ് ആകാം, തിരിച്ചു വരുമ്പോൾ എങ്ങനെ സേഫ് ആകാം, സ്കൂളിൽ ഇരിക്കുന്ന സമയം എങ്ങനെ സേഫ് ആകാം, വീട്ടിൽ ഇപ്പം തന്നെയാണെങ്കിൽ സീക്രട്ട് കോഡ് ഉപയോഗിച്ച് എങ്ങനെ സേഫ് ആകാം, സ്ലീപ്പ് ഓവർ, ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ താമസിക്കാൻ പോവുകയാണെങ്കിൽ എങ്ങനെ സേഫ് ആകാം. ഇതെല്ലാം ബേസ് ചെയ്ത് ഈ ക്യാരക്ടേഴ്സും കൊണ്ട് 48 hours കൊണ്ട് എഴുതിയ ബുക്കാണ് സ്റ്റേ സേഫ് വിത്ത് റൂബി ആൻഡ് റൂബൻ. It was highly appreciated, അല്ലേ? Accepted. It was accepted worldwide. ഈ 2 ബുക്കിനും കൂടെ ടുഗദർ 20 അവാർഡ്സ് വിൻ ചെയ്തു ഇൻ ടോട്ടൽ. ഒരു അമച്വർ, ഒരു തുടക്കക്കാരിക്ക് അതൊരു വലിയൊരു അംഗീകാരം തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവാർഡും പ്രതീക്ഷയില്ല. എനിക്കൊരു ഫൈനൽ പ്രോഡക്റ്റ്, ഒരു ബുക്കായിരുന്നു ആവശ്യം. പിന്നെ സ്റ്റേ സേഫ് വിത്ത് റൂബി ആൻഡ് റൂബൻ എൻ്റെ ഹാർട്ടിലേക്ക് ഇച്ചിരി കൂടെ ക്ലോസർ ആകാൻ തുടങ്ങി. അത് ഇച്ചിരി പേഴ്സണൽ കണക്ഷൻ തോന്നി തുടങ്ങി. കാരണം ഇത് വെറും ഒരു ബുക്കല്ല, ഇത് മനുഷ്യരുടെ ലൈഫെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്.